ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 പ്രസാദം പ്രസാദം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ഗോപികാ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് ജയ ജയ ശ്രീരാധേ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾ കയറിയിരുന്നോളും മുന്നിലേക്ക്, അപ്പൊ കേൾക്കാലോ. നാരായണ 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 കേൾക്കണ്ടോ? നാരായണ നാരായണ നാരായണ. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തില് മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് 20ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു അല്ലേ. ഇന്നലെയാണ് നമുക്കിവിടെ രാമായണ പാരായണം ആരംഭിച്ചതെന്ന് തോന്നുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് 20ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചേക്കാണ്. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഒന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് പാരായണം ചെയ്തിട്ട് പറ്റുന്ന പോലെ പാരായണം ചെയ്യാം. അങ്ങനെ അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സും പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വേണ്ടതുപോലെ നിയന്ത്രിച്ച് ഭഗവാന്റെ പാതാരബിന്ദത്തിൽ ചേർത്ത് നിർത്തിയിട്ട് വേണ്ടതുപോലെ നമ്മുടെ ഉള്ളിലിരുന്ന് പറഞ്ഞു തന്ന് ഉള്ളിലിരുന്ന് കേൾക്കണം. ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖം വന്ദേ വാൽമീകികോകിലം സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമതപാരിജാതം മനുഷ്യപത്മേശ്വരവിസ്വരൂപം പ്രണോമി തുഞ്ചത്തൊരുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമകരാക്ഷസന്തകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമിക്ക് ജയ്. നാരായണ 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 നാരായണ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ഹരേ രാമ 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 ഹരേ ഹരേ. രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ ദിവസം ഹനുമാൻ സ്വാമി രാവണ സന്നിധിയിൽ വന്നിട്ട് ആ രാമനെ ആശ്രയിക്കൂ എന്നുള്ള ഉപദേശമെല്ലാം നൽകി കഴിഞ്ഞപ്പോൾ ആ ഹനുമാനെ വധിക്കാനായിട്ട് രാവണൻ പറയണു. അത് കേട്ടപ്പോൾ വിഭീഷണൻ തടഞ്ഞുകൊണ്ട് പറയണു, അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ആ ശ്രീരാമൻ അതറിയും. അപ്പോൾ ദൂതനെ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി തിരിച്ചയക്കുകയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് അപ്പോൾ അത് സമ്മതിച്ചുകൊണ്ട് ഈ ലങ്കാദഹനം എന്നുള്ള ഭാഗമാണ് പാരായണം ചെയ്യുന്നത്. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ദട് ദിവസനേന വാൽവെട്ടിച്ചു വന്നീ കൊളുത്തി പരത്തി പുരത്തിലെല്ലാടവും രജനിചര പരിവൃടരെടുത്തു ആദ്യം കൊട്ടി യാത്രയിൽ നിന്നോരു കള്ളനെന്നിങ്ങനെ
നിഖിലതിശി പലരുമിക കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ. കുലഹതനിവനറിക നിസ്തേജനെന്നു തൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. ചിലരസഹൃദാതിരിന് സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരൂതരെ ചുറ്റും ദശന്തരെ. അതുലബല നജലന്തരമവിടെ മരുവീടിനാൻ അത്യായതസ്ഥൂലമായിതു വത്സദാ. വസനഗണമഖിലവുമൊടിഞ്ഞിച്ച മഞ്ഞിതു വാലുമതീവശേഷിച്ചിതു. പിന്നെയും നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീലെ തിരഞ്ഞുകൊണ്ടെന്നു ചുറ്റിയിടിനാൻ. അതു മുടഞ്ഞു വാശേഷിച്ചു കണ്ടളവങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. ചില ചകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യ പട്ടാശുക ജാലവും ചുറ്റിനാർ. നികുതി വരുവതിനു വസനങ്ങളൊന്നില്ലിനി സ്നേഹവുമെല്ലാം ഒടുങ്ങിയ ശേഷവും. അലമലമിതലം ഇവൻ എത്രയും ദിവ്യനിതാക്കു തോന്നി വിനാശത്തിനെന്നാപ്പിലർ. അനലമിത വസനമതീനല അനലമിനിവാലാവതിച്ചു കൊളുത്തുവിൻ വൈകരൂതേതുമേ. പുനരവരും അതു കൊളുതു തീ കൊളുത്തിയിടിനാൻ പുച്ഛാഗ്രദേശേ പുരന്തരാരാധികൾ. ബലസഹിത ബലമിവ വെഞ്ചുകണ്ഠം കൊണ്ട് ബദ്ധാതരം ദുഃഖാകബീവരം. ഇതാവാമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരവമരം കൃത്വാ പുരാവരം. പറകളയുമുടനുടന് ഉറഞ്ഞുറഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നോരനന്തരം. പവനജനുമധികൃത ശരീരനായിടിനാൻ പാശവും അപ്പോൾ ശിഥിലമായി വന്നിതു. ചബലമജലനിഭഗാത്രനായി ബന്ധവും വേർപ്പെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ. ഉടുപതിയൊടൂരസും അടവു ഉയരമുയലുന്ന തന്നുത്തങ്ക സൗധാഗ്രമേറി മേവിടിനാൻ. ഉദവസതി നികരമുടനുടനുപരി വേഗമോടുൽപ്പത്യ പിന്നെയും ഉൽപ്പത്യ സത്വരം. കനകമണിമയ നിലയമഖിലാമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയൊടവനെ അവനജലമോരോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരക രഥബല പദാദികൾ പങ്ക്തിയും ഗമ്യമായുള്ള രമ്യകർമ്മങ്ങളും. അനിലശിഖകളും അനില സുതഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണു പദംഗമിച്ചു തഥാ. വിഭുതപതിയൊരു നിശിചരാലയം ബന്ധോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. അഹമഹാമിരാധിയ പാവകജാലകൾ അമ്പരത്തോളാമുയർന്നു ചെന്നു തഥാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും. പുനരനിലാസുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതത്ഭുതം. ദശവദന സഹജാഗ്രഹമെന്നിയെ മറ്റുള്ള ദേവാരിദേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയ ഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടൻ വിഭീഷണമന്ദിരം. കനകമണീമയ നിലയ നികരമധുവെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാൻ. ശിഖുരപരവസന ചരണാദികൾ വെന്താറ്റു ജീവനും വേർപ്പെട്ടു പോമോപതിച്ചയും. ഉടലുരുകിയുടനുഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗധങ്ങളിലേറിയും.
ദഹനനൂടനവിടെയും അടുത്തു ദഹിപ്പിച്ചു താഴത്തു വീണു പിടഞ്ഞു മരിക്കയും രമതനയ രമണക ജനന പ്രാണനാഥ മമ തനയ രമണ ജനക പ്രാണനാഥാഹ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ ഉടലുരുകി മുറുകി വരുകെന്നതു മാറ്റുവാനാരുമില്ലയോ ശിവ ശിവ ദുരിതമിതു വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ല ദീനേതുമേ പരധനവും അമിത പരധാരങ്ങളും ബലാൽ പാപീതശാസ്യൻ പരിഗ്രഹിച്ചെന്തുലും അറിയില്ലവനുചിതമെന്ന് ഉചിതമതും മതേന ചെയ്തിടായി അതിൻ്റെ ഫലമിതു നിർണയം മനുജ തരുണിയൊരു മഹാഭാവി കാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായതിങ്ങനെ സുഹൃത ദുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളണം ബുധജനം മദന പരവശതോടു ചപലനായിവൻ മഹാത്മ്യമുള്ള പതിവ്രതാമാരെയും കരബലമുട അനുദിനമണഞ്ഞു പിടിച്ചതീരാമി ചാരിത്രഭംഗം വരുത്തിയിടിനാൻ അവർ മനസ്സി മരുവിന തപോമയ പാവകാനദ്യരാജ്യേ പിടിപെട്ടിതു കേവലം നിശചരികൾ ബഹുവിധമോരോന്നേ പറകയും നിൽക്കും നിലയിലെ വെന്തു മരിച്ചയും ശരണമിഹ കിമീതി പല വഴിയുമുടനോടിയും ശാദികൾ വെന്തു മുറിഞ്ഞുടൻ വീഴ്കയും രഘുകുലവരേഷദൂതൻ പ്രിയാമാജര രാജാമരുന്നോറു യോജനയും ക്ഷണാൽ സരസ ബഹുവിഭവയുധ ഭോജനം നൽകിനാൻ സന്തുഷ്ടനായിതു പാവകാദേവനം ലഘുധരാമനിലതനയാനമൃതനിധി അങ്കുലവും തച്ചുറി പൊലിച്ചിടിനാൻ കുറച്ച് ഇവിടെ ഇട്ടോ മുന്നിലിടോ അമ്മയുടെ മുന്നിലിടോ കസാര ആൾക്കാർക്ക് കടക്കണ്ടേ ഇവിടെ ഇട്ടോ മുന്നിലിട്ടോ അവിടെ ഇരിക്കൂ ഇരിക്കൂ വിശദരികൾ ബഹുവിധമോരോന്നേ പറയുകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും ശരണമിക കിമിതി പല വഴിയുടനോടിയും ശാഖികൾ വെന്തോ മുറിഞ്ഞുടൻ വീഴുകയും രഘുകുല വരേഷ്ടദൂതൻ ത്രിയാമാചര രാജാവെഴുന്നൂറു യോജനയും ക്ഷണാൽ സരസാ ബഹുവിഭവയുദയ ഭോജനം നൽകിനാൻ സന്തുഷ്ടനായതു പാവകാദേവനും ലഘുതരാമനിലതനയനോ അമുതമിതി തന്നിലെ ലാങ്കൂലവും തച്ചുവതി പൊടിച്ചീടിനാൻ പവനജനു ദഹനമഭിചുട്ടതില്ലോ ഏതുമേ പാവകാനിഷ്ഠ സഖിയായ കാരണം പതിനിരതയാകിയ ജാനകീ ദേവിയാൽ പ്രാപ്തിതനാകയാലും കരുണാവശാൽ അവനിതനയ കൃപാവൈഭവമത്ഭുതം അത്യന്തീകളനായിരു വന്യം രജനിജര കുലവിപിന പാപകനാകിയ രാമനാമസ്മരി കൊണ്ടു മഹാജനം തനയധനധാരമോഹാത്തരെന്നാകിലും താപത്രയാനലനിക്കടന്നിടുന്നു അഭിമതകാരിയായുള്ള ദൂതന്നോ സന്താപം പ്രകൃതാനലേ ഭവിക്കുമോ ഭവതിയതി മനുജജനനം ഭവി സമ്പ്രദം പങ്കജാലോചനനെ ഭജിച്ചിടുവിൻ ഭുവനപതി ഭുജഗപതി ശയനഭജനം ഭുവി ഭൂതദൈവാത്മസംഭൂതപാപാവഹം തതനു കവികുലവരനോ അവനിതനയാപദം
കാണൂ തൊഴുതു നമസ്കൃത്യ ചൊല്ലിനാൻ. അഹമിനിയുമുഴറി നടകൊള്ളുവാനക്ഷരജ്ഞാപയാമാശു ഗച്ഛാമി രാമാന്തികം. രഘുവരനും അവരജനുമരുണജനുമായി ദ്രുതം ആഗമിച്ചിടുമനന്തസേനാസമം. മനസ്സി തവ ചെറുതു പരിതാപമുണ്ടാകൊല മധ്വരം കാര്യമിജനകാത്മജേ. തൊഴുതമിത വിനയമതി ചൊന്നവൻ തന്നോടു ദുഃഖമുൾക്കൊണ്ടു പറഞ്ഞിടൂ സീതയും. മമരമണ ചെയ്ത മുര ചെയ്ത നിന്നെ കണ്ടു മാനസാതാപമകന്നിടൂ മാമകം. കഥ ഇനിയുമിഹ മിഹ വസാമി ശോകേന കാന്തവൃത്താന്ത ശ്രവണ സൗഖ്യം വിനാം. ജനക നൃപദുരിതകിരമിങ്ങനെ കേട്ടവൻ ജാതാനുകമ്പം തൊഴുതു ചൊല്ലിടിനൻ. കളകാരുജമിനി വിരഹമലം അതിനുടൻ മമ സ്കന്ധമാരോഹക്ഷണേന ഞാൻ കൊണ്ടുപോയി തവ രമണ സവിധമ ഉപഗമ്യ യോജിപ്പിച്ചു. താപാമശേഷമദ്യൈവ തടുത്തു തീർത്തിടുവൻ. പവനസുത വചനമിതി കേട്ടു വൈദേഹിയും പാരം പ്രസാദിച്ചു പാർത്തു ചൊല്ലിടിനാൻ. അതിനു തവ കരുതുമളവില്ലൊരു ദണ്ഡമെന്നാത്മനി വന്നിതു വിശ്വാസമധ്യമേ. ശുഭചരിത അതിഫലമുടാശു ദിവ്യാസ്ത്രേണ ശോഷേണ ബന്ധാനവ രാജ്യൈതി സാഗരം. കപികുലബലേന കടന്നു ജഗത്രയ കണ്ടകനെ കൊന്നു കൊണ്ടുപോം ആശുമാം. മറവിനോടൊരു നിശിരഹസി കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം. രഘുകുലവരജനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയിക്കൊള്ളുവാൻ. അധീരപസമൈതനയ വേല ചെയ്തിടു നീ അത്ര നാളും ധരിച്ചിടുവിൻ ജീവനെ. ഇതി സദയം അവനോടൊരു ചെയ്തയച്ചിടിനാൻ. ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖില ജനനിയോട് യാത്ര വഴങ്ങിച്ചു പൂർണ്ണം മഹാർണവം കണ്ടു ചാടിയിടിനാൻ. ത്രിഭുവനവും ഉലയമുഖരൊന്നലറിയിടിനാൻ. തീവ്രനാദം കേട്ടു വാനരാസംഘവും കരുതുവിനൊരു നിനതമാശു കേൾക്കായതും കാര്യമാഹന്ത സാധിച്ചു വരുന്നിതു പവനസുതനതിന്നഹി സംശയം മാനസേ. പാർത്തുകാൻ കൊച്ച കേട്ടാലറിയാമതും കപേനിവഹമതി ബഹുവിധം പറയും വിധോ കാണായിരദ്രീരസിവാദാത്മജം. കപിനിവഹ വീരരെ കണ്ടിതു സീതയെ കാകുത്സവീരാനുഗ്രഹത്താലഹം നിശിചരവലയമാകിയാലങ്കയും നിശേഷമുദ്യാനവും ദഹിപ്പിച്ചിതു. വിഭുതകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയാമമ്മാറു കണ്ടു പറഞ്ഞിതു. ധടിതി ദശരഥസുതനോടിക്കഥ ചൊല്ലുവാൻ ജാമ്പവാദാദികളെ നടന്നിടുവിൻ. അതുപൊഴുതു പവനാനനയോ അവരാദരിച്ചാലഞ്ചകാടമായുംബ്യവാലഞ്ചലം കുതുകമൊടു കപിനിജയമാനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടാത്തു വിളിച്ചു പോയിടിനൻ. പ്ലവകുല പരിവൃഢ മുഴറി നടകൊണ്ടുപോയി പ്രസ്രവാണാജലം കണ്ടു മേവീടിനൻ. കുസുമദലഫലമു മധുലതാതരു പൂർണ്ണമം ഗുൽമസമാവൃതം സുഗ്രീവപാലിതം. ക്ഷുദിതാപരിപീഡരായ കപീകുലം ക്ഷുദ്നാശനാർത്ഥമാപ്യ പറഞ്ഞിടിനൻ. ഫലനികരസഹിതമിക മധുപൂരവും ഭക്ഷിച്ചു ദാഹം തീർത്തു നാമൊക്കവേ. തരുണിസുതാ സവിധമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിച്ച സാദരം. അനുവദിച്ചരുളേണമെന്നാശ ഉണ്ടങ്കതാനോടപേക്ഷിച്ചൊരനന്തരം. അതിനവനും അവരോടു അനുജ്ഞയെ ചെയ്യുകയാൽ ആശു മധുവനം പുക്കിതെല്ലാവരും. പരിചുടതിമധുര മധുപാനവും ചെയ്തവർ പക്വാഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ. ദതിമുഖാനും
അനിശമിതു പാലനം ജൈവിതു ദാനമാനേന സുഗ്രീവസ്യ ശാസനാൽ രതിവദന വചനമൊടു നിയതമതു കാക്കുന്ന ദണ്ഡാധരന്മാരെടുത്തു തടുക്കയാൽ പവനസുതമുഖാകവികൾ മുഷ്ടിപ്രഹാരേണ പാഞ്ഞാൻ ഭയപ്പെട്ടവരുമതിദ്രുതം ത്വരിതമതദേശമുഖ രതിമുഖനു ആശു സുഗ്രീവനെ ദൂർണമാലോക്യ വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ മധുവനത്തിനു ഭംഗം വരുത്തിനാർ താരേയനാദികളായ കവികുലം സുചിരവധു തവ കരുണയാ പാലിച്ചു സുസ്ഥിരാമാധിപത്യേന വാണേനഹം വലമതനാസുതനയനാദികളൊക്കവേ വന്നും മദ്ഭക്യാജനത്തെയും വെന്നുടൻ മധുവനമിത് പൊഴുത് അഴിച്ചു എന്നിങ്ങനെ മാതുലാവാക്യമാഗമ്യ സുഗ്രീവനും നിജമനസി മുഹുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാരാമനോട് ചൊല്ലിയിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനവും അതല്ല എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാൺകയില്ലാരുമേ അവരെ വിരവടു വരുവതിന് ചൊല്ലങ്ങു ചെന്ന് ആത്മനി ഖേദിക്ക വേണ്ട വൃഥാഭവൻ അവനും അത് കേട്ടുടറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ജനാപുത്രാദികളോട് സാദരം അനിലതനയംഗത ജാമ്പവാദാദികൾ അഞ്ജസാ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊഴുതുവാച്ച സന്തോഷേണ പൂർണ്ണവേഗം നടന്നതു ചൊല്ലിയിടിനാൻ പുകൾവരിയ പുരുഷമണി രാമൻ തിരുവടി പുണ്യാപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃദീമരൂം അഖില ജഗദീശ്വരൻ പുഷ്കരാനേത്രൻ പുരന്തരാ സേവിതൻ ഭുജഗപതി ശയനമാനമലൻ ത്രിജഗത് പരിപൂർണൻ പുരൂഹദാ സോദരൻ മാധവൻ ഭുജഗാനിവഹാസനാവാഹനൻ കേശവൻ പുഷ്കരാപുത്രീ രമണൻ പുരാതനൻ ഭുജഗകുലഭൂഷണാരാധിതാംഗ്രിദ്വയൻ പുഷ്കരാസംഭവാ പൂജിതൻ നിർഗുണൻ ഭുവനപതി മഖപതി സതാംപതി മത്പതി പുഷ്കരാ ബാന്ധവാ പുത്രാ പ്രിയാസഖി ബുധജനഹൃദിസ്തൻ പൂർവാദേവാരാധി പുഷ്കരാ ബാന്ധവാ വംശാസമുത്ഭവൻ ഭുജഗബലവതം വരൻ പുണ്യാജനന്ദകൻ ഭൂപതീനന്ദനൻ ഭൂമിജാവല്ലഭൻ ഭുവനതല ബാലകൻ ഭൂതപഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രദൻ പുണ്യാജനാത്വിതൻ ഭവകുലാധിപൻ പുണ്ടരീകാനനൻ പുഷ്കരാബാണോപമൻ ഭൂരികാരുണ്യവൻ ദിവസകരപുത്രനും സൗമിത്രിയും മുതാ ദുഷ്ടപൂർണം ഭജിച്ചന്തികേ സന്തതം വിപനഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വണങ്ങിനൻ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ച് പൂർണ്ണമോദം പറഞ്ഞാൻ അഞ്ജനാത്മജൻ കനിവനോട് കണ്ടേനഹം ദേവിയെ തത്ര കർപ്പുരേന്ദ്രാലയെ സങ്കടാമെന്നിയേ കുശലവുമുടൻ വിചാരിച്ചിതു താവകം കൂടെ സുമിത്രാതനായനും സാദരം ശിഥിലതരാതിപുരമുട അശോകാവനികയിൽ ശിംശിബാമൂലദേശേ വസിച്ചിടിനാൻ അശനമുടതി കൃശരീരിയായ ആശരാനാരി പരിവൃതനായി ശുച അഴൽ പെരുകി മുറുകി ബഹുബാഷ്പവും വാർത്തയ്യോ സദാ രാമേതി മന്ത്രവും മുഹുരബി ജപിച്ചു വിലാപിച്ചു മുഗ്ധാംഗീമേവുന്ന നേരത്തു ഞാൻ ദദാ അതികൃഷ ശരീരനായി വൃക്ഷശാഖാന്തരെ ആനന്ദം ഉൾക്കൊണ്ടിരുന്നേനാകുലം തവചരിതമൃതാസമം അഖിലമറിയിച്ചതാ തമ്പിയോടും നിന്തിരുവടി തന്നോടും ചെറുതുടജ ഭുവി രഹിതയായി മരുവും വിധോ ജന്നൂദശാനനൻ കൊണ്ടങ്ങു പോയതും സഹൃദസുതനോട് ഘടതി സഖ്യമുണ്ടായതും
സംക്രാന്തനാത്മജൻ തന്നെ വധിച്ചതും ക്ഷിതിദുഹിതരന്വേഷണാർത്ഥം കവീന്ദ്രനാൽ കീശൗഖമാശു നിയുക്തനായിടിനാൻ. അഹമവരിലൊരുവനിവിടേക്ക് വന്നിടിനേൻ. അർണവൻ ചാടിക്കടന്നാനതിദ്രുതം രവിതനയാ സജീവനഹം ആശുകാനന്ദനൻ രാമദൂതൻ ഹനുമാൻ എന്നു നാമവും ഭവതിയെയും ഇഹ തടുതി കൊണ്ടുവന്നേനഹോ ഭാഗ്യമാഹന്ത ഭാഗ്യം കൃതാർത്ഥോസ്മ്യഹം ഫലിതമഖിലം മമാദ്യ പ്രയാസം ഭൃജം പത്മജാലോകനം പാപാവിനാശനം മമ വചനമിതി നിഖിലമാകർണ്യ ജാനകീ മന്ദമന്ദം വിചാരിച്ചിതു മാനസേ ശ്രവണയുഗളാമൃതം കേന വേഷാവിധം അഗ്രേസരേനവൻ മമ നയനയുഗളപഥമായതു പുണ്യവൻ മാനവാവീരപ്രസാദേന ദൈവമേ വചനമിതി മിഥിലതനയോദ്യം കേട്ടു ഞാൻ വാനരാകാരേണ സൂക്ഷ്മശരീരനായി വിനയമുടു തൊഴുതടിയിൽ വീണു വണങ്ങിനാൻ. വിസ്മയത്തോട് ചോദിച്ചു ദേവിയും അറിവതിന് പറക നീ ആരെന്നതെന്നോടിത്യാദി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലം മയ ദേവവൃത്താന്തങ്ങൾ കഞ്ചലാദാക്ഷിയും വിശ്വസിച്ചിടിനാൽ അത് പൊഴുതി അകതളിരൽ അഴൽ കളവതിനു ഞാൻ അങ്കുലീയം കൊടുത്തിടിനാനാദരാൽ കരളിലതിനെ വിരവൊടു കരതളിരിൽ അതിനെ വിരവൊടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കടഞ്ഞുടൻ ശിരസിത് ശീകളഭുവി ഉലത്തടത്തിങ്കലും ശീഘ്രാമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയ മമ ദുഃഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടു നീ കണ്ടിതല്ലോ സഖേ. നിശിചരികളും അനുദിനം ഉപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊല്ലിയിടിനാൻ. തവചരിതമഖിലമലിവടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കബീസേനയോടും ദ്രുതൻ വയം അവനിപതിയെ വിരവോടു കൂട്ടിക്കൊണ്ടുവന്നു. ദശാസ്യാകുലവും മുടിച്ചുടൻ സകുതുകം അയോധ്യാപുരിക്കാശു കൊണ്ടുപോം. സന്താപമുള്ളിലുണ്ടാകരുതേതുമേ ദശരഥസുതന്നു വിശ്വാസമായി നീ ദേഹിമേ ദേവി ചിഹ്നം ധന്യമാതരാൽ പുനരുടെ ഒരു അടയാളവാക്കും പറഞ്ഞിടുക. പുണ്യാപുരുഷനു വിശ്വാസസിദ്ധയെ അതുമവനീസുതയൊടഹമിങ്ങനെ ചൊന്നളവാശു ചൂടാരത്നമാതരാൽ നൽകിനാൻ. കമലമുഖി കനിവനോട് ചിത്രകൂടാജലേകാന്തനുമായി വസിക്കുന്നാളൊരു ദിനം കഠിനതര നഖനികരേന പീഡിച്ചൊരു കാകവൃത്താന്തവും ചൊല്ലിനാൻ. തതനു പലതരാമിവ പറഞ്ഞും കരഞ്ഞും ഉൾത്താപം കലർന്നും മരുന്തശന്തരെ ബഹുവിധവജോ വിഭവന ദുഃഖം തീർത്തു ബിംബാദരീയെയും ആശ്വസിപ്പിച്ചു ഞാൻ. വിടയുമുടനഴകൊടു വാങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം. അഖില നിശചരകുലപതിക്കഭീഷ്ടാസ്പദം ആരാമമൊക്കെ തകർത്തേനതിനുടൻ പരിഭവമുടൽ കരുതി വന്ന നിശാചരാപാപികളെ കൊല ചെയ്തേനനഖ്യ അസംഖ്യകം. ദശവതനസുതനെ മുഹുരക്ഷാകുമാരനെ ദണ്ഡധാരാലയത്തിന്നയച്ചീടിനൻ. ദശമുഖാത്മജ ബ്രഹ്മാസ്ത്രബന്ധനായി ആശരാധീശനെ കണ്ടു പറഞ്ഞു ഞാൻ. ലഘുതരമശേഷം ദഹിപ്പിച്ചിതൂപത ലങ്കാപുരം പിന്നെയും ദേവി തൻപദം വിഗത ഭയമടിയണ വണങ്ങി വാങ്ങിപ്പോന്നു. വീണ്ടും സമുദ്രവും ചാടിക്കടന്നു ഞാൻ. തവചരണ നളിന മധുനൈവ വന്ദിച്ചിതു ദാസന്തയാനിധേ പാഹിമാം ഇതി ഭവനതു തവചനമാഹന്ത കേട്ടള വിന്ദിരാകാന്തനും പ്രീതി പൂണ്ടിടിനാൻ. സുദുഷ്കരം കാര്യം കൃതാത്വയാ സുഗ്രീവനും പ്രസാദിച്ചിതു കേവലം. സദയമുപകാരമിച്ചെയ്തതിന്നാദരാൽ സർവസ്വവും മമ തന്നിനക്കു ഞാൻ. പ്രണയമനസാ ഭഗവാനൽ കൃതമായതിൻ
പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ. പുനരഭി രമാവരൻ മാരുതപുത്രനെ പൂർണ്ണമോദം പുടർന്നിടിനാനാദരാൽ ഉരസി മുഹുരഭിമുഹുരണച്ചു പുൽകീടിനാ. ആർക്കെടോ മാരുത പുത്രഭാഗ്യോദയം, ആർക്കെടോ മാരുത പുത്രഭാഗ്യോദയം. ഭുവനതല മതിലൊരുവനിങ്ങനെയില്ലിഹോ ഇല്ലഹോ, പൂർണ്ണപുണ്യൗഘ സൗഭാഗ്യമുണ്ടായടോ. പരമശിവനതിര് രഘുകുലാധിപൻ തന്നെ പാവനമായ കഥായരുൾ ചെയ്തതു. ഭഗവതി ഭാമിനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാരോഗരും തെളിയണമേ. അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ സുന്ദരകാന്ഡം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലങ്കാദഹനം മുതലുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് ഇവിടെ സമർപ്പിച്ചത്. ഭഗവാന്റെ അപാരമായ കൃപ കൊണ്ട് സുന്ദരകാന്ഡം വായിച്ച് സമർപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ലങ്കാദഹനത്തിൻ്റെ ആ സമയത്ത് വിഭീഷണൻ്റെ വാക്കുകൾ കേട്ടിട്ട് രാവണൻ പറയുകയാണ്, അതായത് ഒരു വാനരനെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, വാനരനെ സംബന്ധിച്ചിടത്തോളം വാലിന് ശൗര്യയിടും. അതുകൊണ്ട് ആ വാലിൽ തുണിയൊക്കെ ചുറ്റിയിട്ട് അതിൽ എണ്ണ ആ വാലിൽ തുണിയൊക്കെ ചുറ്റിയിട്ട് എണ്ണയും നെയ്യൊക്കെ ഒഴിച്ച് ആ വാല് കത്തിക്കുകയാണ് വേണ്ടത് എന്ന് പറയണു. അങ്ങനെ എണ്ണയും നെയ്യൊക്കെ കുതിർന്ന വസ്ത്രങ്ങളെ കൊണ്ട് ആ വാലിൽ ചുറ്റുമ്പോൾ ഹനുമാന് യാതൊരു ഭാവഭേദം ഉണ്ടായില്ല. വാലിൽ ചുറ്റും തോറും വാല് നീണ്ടു വരികയാണ് ചെയ്തത്. അപ്പോൾ എത്രയും ആ വാലിൽ ചുറ്റുമ്പോഴും പിന്നെയും വാല് നീണ്ടു വരികയാണ്. അപ്പോൾ അത് കാണും തോറും രാവണനും മറ്റുള്ളവർക്കൊക്കെ എന്താണ് അമിതമായ കോപം വർദ്ധിച്ചിട്ട് വീണ്ടും തുണി കൊണ്ടൊന്ന് ചുറ്റിയാണ്. അതാണ് പറയുന്നത്, കോപത്തോട് കൂടിയിട്ട് നമ്മൾ ഒന്നിനെ സമീപിക്കുമ്പോൾ വിവേകം നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കായിരുന്നു അല്ലേ. ഒരു വിചാരിക്കുമ്പോൾ നീളം വച്ചാൻ പാകത്തിനൊരു വാല് ഉള്ള ഒരു വാനരൻ എന്ന് പറഞ്ഞാൽ ആ വാനരൻ നിസ്സാരക്കാരനല്ല, എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കായിരുന്നു. അതൊന്നും ചിന്തിച്ചില്ല. അത് അങ്ങനെ ധാരാളം എണ്ണയും തുണിയൊക്കെ തീരണവരെ. അപ്പോൾ ധാരാളം പേര് പറയുന്നുണ്ട്, ഇത് മതി, ഇത് നല്ലതിനല്ല, ഇദ്ദേഹം ഏതോ ഒരു മഹാത്മാവാണ്, ദിവ്യനാണ്, സർവനാശത്തിനുള്ള പണിയാണ് ചെയ്യണതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഉപദേശിക്കുന്നവരുടെ ആ ഇതൊന്നും ആരും ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ആ വാലിൻ്റെ അറ്റത്ത് തീ കൊളുത്തിയിട്ട് ഹനുമാനെ കൊണ്ടുപോകുമ്പോൾ ഹനുമാൻ എന്ത് ചെയ്തു, അതുവരെ വലിയ ശരീരത്തോട് കൂടിയിട്ട് ഇത് ആ കെട്ടപ്പെട്ട് കിടന്ന ഹനുമാൻ ശരീരം ചെറുതാക്കിയിട്ട് അവിടെ നിന്ന് ചാടി ഉയർന്ന് പിന്നെ വീണ്ടും ശരീരത്തിനെ വലുതാക്കിക്കൊണ്ട് വാലിൽ തീ കൊളുത്തുമ്പോൾ ഒരു ജീവിയുടെ ഒരു കുരങ്ങൻ്റെ വാലിൽ തീ കൊളുത്തി ആ കുരങ്ങനെ എന്ത് ചെയ്യുക, അതിന് പേടിയാവില്ലേ, അത് അങ്ങോട്ട് ചാടി എങ്ങനെ അവിടെ ഇട്ടടിച്ച് അത് കെടുത്താൻ ശ്രമിക്കുന്ന അതേ ഭാവത്തിൽ ഓരോരോ കെട്ടിടങ്ങളുടെയും ഓരോന്നിൻ്റെയും മുകളിൽ കയറിയിരുന്ന് അതിനൊക്കെ തീപിടിച്ച് ആ ലങ്ക മുഴുവനും ഹനുമാൻ്റെ ആ
വാലുകൊണ്ട് ആ ലങ്ക മുഴുവനും ദഹിപ്പിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആ ദിവ്യമായിട്ടുള്ള രത്നങ്ങൾ കൊണ്ടൊക്കെ പതിപ്പിച്ചത് മുഴുവനും വിഷ്ണു ഭക്തനായിട്ടുള്ള വിഭീഷണൻ്റെ ഗൃഹം ഒഴികെയുള്ള പിന്നെ അതുപോലെ സീതാദേവി ഇരിക്കുന്ന ഉദ്യാനം ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങളെല്ലാം ചുട്ടു. പക്ഷേ ആ ഒരു ലങ്കയുടെ ഒരു മഹത്വം കൊണ്ട് നശിപ്പിച്ചതെല്ലാം വീണ്ടും ആ പൂർണ്ണഭാവത്തിൽ വന്നു എന്നും പറയുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു അവിടെ നിന്ന് പിന്നെ വേഗം വീണ്ടും ചെന്ന് സീതാദേവിയെ കണ്ട് നമസ്കരിച്ചപ്പോൾ സീതാദേവി പറഞ്ഞു, എനിക്ക് എത്ര കാലം ഞാനിങ്ങനെ കാത്തിരിക്കും, എനിക്ക് സാധിക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത്രയും ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എൻ്റെ ആ പ്രാണനാഥനെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കണില്ല എന്ന് പറഞ്ഞു. അമ്മ വിഷമിക്കേണ്ട, അമ്മ എൻ്റെ തോളിൽ ഇരുന്നോളൂ, ഞാൻ അമ്മയെ കൊണ്ടുപോയിട്ട് സ്വാമിയുടെ പാദത്തിൽ കൊണ്ടുവന്ന് ചേർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി പറഞ്ഞു, അത് വേണ്ട, അങ്ങനെ നീ ചെയ്താൽ രാത്രിയിൽ വന്ന് കട്ടുകൊണ്ടുപോയപ്പോൾ രാവണനും നമുക്കും തമ്മിൽ എന്താ വ്യത്യാസം, അത് വേണ്ട. അതുകൊണ്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ട് എത്ര കാലമാണോ കാത്തിരിക്കേണ്ടത് അത്രയും കാലം, അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളെയും സൂത്രപ്പണിക്കൂടെ അതിൽ നിന്ന് രക്ഷ നേടാൻ നോക്കിയാൽ അത് പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ ഈശ്വരൻ നമ്മളുടെ ഈ ശരീരം എടുത്തിരിക്കുന്നത് പൂർവജന്മകൃതമായിട്ടുള്ള കർമ്മം അനുഭവിച്ച് തീർക്കാനുള്ളതാണ്. ഈ ശരീരം കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് വെച്ചാൽ, ശരീരം നമ്മുടെ പൂർവജന്മകൃതമായിട്ടുള്ള കർമ്മങ്ങളെ അനുഭവിക്കാനാണ്. അത് നല്ലതാവാം ചീത്തയാവാം, അതിനെ അനുഭവിച്ച് തന്നെ ആകണം. അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് പലതും നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങളിലേക്ക് വീഴേണ്ടി വരും. അപ്പം അതുകൊണ്ട് എത്ര കാലം ഇരിക്കാൻ സാധിക്കും അത്രയും കാലം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം. കാലം അനുകൂലമാവുമ്പോഴെല്ലാം വേണ്ട വിധത്തിൽ വരും എന്ന് വിചാരിച്ച് ആ ഈശ്വര വിചാരത്തോടു കൂടിയിട്ട് ഈശ്വരൻ്റെ നാമം ജപിച്ചുകൊണ്ട് കാത്തിരിക്കുക തന്നെ വേണം. അതാണ് നാമം ജപിക്കുക എന്ന് പറയുമ്പോൾ മനസ്സ് ശാന്തമാവാൻ, മനസ്സ് വല്ലാണ്ട് വികലമാവുമ്പോഴാണ് നമ്മളെന്താ ചെയ്യുക, നമുക്ക് സാധിക്കുന്നില്ല, എന്താ ചെയ്യുക, അതിന് രക്ഷപ്പെടാൻ എന്താ വഴി. അപ്പം നമ്മൾ പലതും ആലോചിച്ച് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ആ മനസ്സിനെ ശാന്തമാക്കാൻ നാമജപം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ആ നാമം ജപിക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ നാമം ജപിച്ച് ഈശ്വരനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഞാനിവിടെ ഇരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. സീതാദേവി നമുക്ക് ഉറപ്പ് തരണം, ആ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ കൈവിടില്ല. അനുഭവിക്കേണ്ട കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ ഈശ്വരൻ അത് നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്നുവെച്ചാൽ അത് അനുഭവിക്കാനായിട്ട് വീണ്ടും ജനന മരണങ്ങളിലേക്ക് പതിക്കണം. എന്ത് തന്നെ അനുഭവം ഉണ്ടായാലും സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമിതമായിട്ട് അതിൽ സന്തോഷിച്ചിട്ട് നമ്മൾ ഈശ്വരനെ മറക്കാൻ ഇടവരുന്നു. ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ദുഃഖത്തിൻ്റെ ആ ദുഃഖത്തിൻ്റെ അഗ്നിയിൽ വീണ് തടഞ്ഞുകൊണ്ട് അപ്പോഴും ഭഗവാനെ മറക്കാൻ ഇടവരുന്നു. എന്നാൽ ഈ സുഖവും ദുഃഖവും ഒരുപോലെ ഈശ്വരൻ തരുന്ന ആ പ്രസാദമായിട്ട് കണ്ട് അതിനെ ഒരുപോലെ സ്വീകരിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നേടുക എന്നുള്ളതാണ് മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത്. നമ്മൾ പറയണ പോലെ എൻ്റെ സന്താപവും സന്തോഷവും കൃഷ്ണ നീ എനിക്കേകിയ പുണ്യമല്ലേ. ഭഗവാന്റെ കാരുണ്യാണ്. ഇങ്ങനൊരു ശരീരത്തിൽ നമ്മളെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും മനസ്സ് പതറാണ്ട് കരുത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് കിട്ടണം. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ഈശ്വരൻ്റെ അനുഭവമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഈശ്വരൻ്റെ അനുഭവമാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്തു വേണം, ഈശ്വരനെ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈശ്വരനെ പറ്റി കേൾക്കണം. അതാണ് ശ്രവണത്തിന് പ്രാധാന്യം. ധാരാളം കേൾക്കണം. സത്സംഗങ്ങളിൽ കേട്ടാൽ തന്നെ നമ്മളുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഇല്ലാണ്ടാവാനുള്ള ആ മാർഗത്തിലേക്ക് നമ്മളെത്തി. അപ്പോൾ അതിലൂടെ മഹാത്മാക്കളുടെ വാക്കുകളിലൂടെ നമുക്ക് നാമം ജപിക്കാൻ തോന്നും.
നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും എത്രയും നാമം ജപിക്കണം, ഇത്ര ജപിച്ചിട്ട് ഒരു ബലമില്ലല്ലോ എന്ന് തോന്നും. അത് ജന്മജന്മാന്തരങ്ങളായിട്ട് കൂട്ടി വെച്ചതാണ് അല്ലേ. നമ്മൾ ഒരു ദിവസം നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ കുറച്ച് നമ്മൾ ഇന്നത്തെ നമ്മൾ എല്ലാ വീട്ടിലും ചെയ്യുന്ന കാര്യം, ഇന്നത്തെ വസ്ത്രം നമ്മൾ ഇന്ന് അലക്കിയെന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞു, നാളത്തെ വസ്ത്രം അലക്കിയാൽ മതി, അങ്ങനെയാണ്. പക്ഷെ എന്താ ചെയ്യുന്നത്, നാളെ ആവാം എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടിട്ട് കുറേ ആയി കഴിയുമ്പോൾ നമ്മളിത് അലക്കിയിട്ട് തീരണില്ലല്ലോ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടത് നമ്മളാണ്. പിന്നെ അത് അലക്കി തീരണവരലക്കാണ്ട് പറ്റുമോ? അല്ലെങ്കിൽ അത് ദുർഗന്ധം വന്നിട്ട് അവിടെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് കൂട്ടിയിട്ടേക്കാണ്. അപ്പോൾ അത് വൃത്തിയാക്കാണ്ട് നമ്മുടെ ആ ദുർഗന്ധം, എന്താ അവിടെ ദുർഗന്ധം എന്ന് പറയുമ്പോൾ ആ ചൂണ്ടിക്കാണിച്ചു തരുന്നത്, ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണ ഈ മലിന വസ്ത്രങ്ങളിൽ നിന്നാണ് ദുർഗന്ധം വരുന്നത്. ഇത് വൃത്തിയാക്കാണ്ട് ഈ ദുർഗന്ധം മാറില്ല എന്ന്. നമ്മുടെ ഉള്ളിൽ നിന്നും പല വിധത്തിലുള്ള ദുർഗന്ധങ്ങൾ പുറത്തേക്ക് വരുമല്ലേ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം എന്നുള്ളതൊക്കെ പുറത്തേക്ക് വരും. അതിനൊക്കെ ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാലിന്യങ്ങളെ ഇല്ലാണ്ടാക്കണം. അതാണ് അതിനുള്ള ആ നിരന്തരമായിട്ടുള്ള ആ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയാണ് നാമജപം. നിഷ്ഠയോട് കൂടിയിട്ട് ഏത് കാലം, എത്ര കാലം എൻ്റെ പ്രാണൻ ബാക്കിയുണ്ടോ അത്രയും കാലം എൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഈശ്വരനാമം കൈവിടില്ല, ഞാൻ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ദൃഢതയോട് കൂടിയിട്ട് നാമം ജപിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങളൊന്നും വല്ലാണ്ട് തീർന്നില്ലെങ്കിലും നമ്മുടെ ദൃഢമായിട്ടുള്ള ഒരു ഭാവം കാണുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമ്മളിലേക്ക് വരും. അപ്പം നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ വൈദ്യലിംഗ ശർമ്മ മാഷ്ട രൂപത്തിൽ ഭഗവാൻ വന്ന് അനുഗ്രഹിച്ച കഥ, അതുപോലെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സത്സംഗത്തിലോ എന്തെങ്കിലും നമുക്ക് വീട്ടിൽ അത്രയും വിഷമവും ദുഃഖവും നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും രോഗമോ ദുരിതമോ ധനനഷ്ടമോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാവും സങ്കടപ്പെട്ടിട്ട് ജോലി നഷ്ടമാവുക. അപ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ടാകുമ്പോൾ അടുത്തുള്ള അമ്പലത്തിൽ ഓടി വന്ന് ഈശ്വരനെ ആശ്രയിക്കാനാവും വരുന്നുണ്ടാവുക. ആ വന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ ഒരു മഴയൊക്കെ പെയ്തു, പുറത്തേക്ക് കുട കൊണ്ടുവന്നില്ല, പോകാൻ വയ്യ, എന്നാൽ ഇത്തിരി നേരം അവിടെ ഭാഗവതം കേൾക്കണ്ട, അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് അത് കേൾക്കാനിടയാവുമ്പോൾ ഈശ്വരൻ കൊണ്ടുവന്നിരുത്തിയതാണ്, ഇതാണ് വഴി എന്ന് ഭഗവാൻ കാണിച്ചു തരിക. അപ്പോൾ പിന്നെ ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഈ സുഖദുഃഖങ്ങളെ ജീവിതത്തിലുള്ളത് നമ്മൾ എത്രയോ കാലമായിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നു അല്ലേ. ഇത് എത്ര അനുഭവിച്ചാലും നമുക്ക് മതിയാവില്ല. ഇന്നലെ ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് ഇന്ന് ചെയ്യണേ, ഇന്ന് ചെയ്ത അതേ പ്രവൃത്തി തന്നെയാണ് നാളെ ചെയ്യണേ. എന്താ ചെയ്യണേ? എണീക്കണു, ആഹാരം ഉണ്ടാക്കണു, ഭക്ഷിക്കണു, ആ ആഹാരം സമ്പാദിക്കാനുള്ള വഴിക്ക് പോകണു, പിന്നെയും അതിന് ബുദ്ധിമുട്ടണു, കിടന്നുറങ്ങണു, എണീക്കണു, ആഹാരം ഉണ്ടാക്കണു, ഇത് തന്നെ അതൊക്കെ എത്ര ചെയ്യുമ്പോഴും നമുക്ക് ബോറടിക്കണമില്ല. അതുകൊണ്ട് നാമം ജപിക്കുമ്പോൾ മാത്രമേ ബോറടിക്കുള്ളൂ, ഭഗവാന്റെ കഥ കേൾക്കുമ്പോഴേ ബോറടിക്കുള്ളൂ. ഇതൊക്കെ എത്ര തരം വിഭവങ്ങൾ ഉണ്ടാക്കി കഴിച്ചാലും നമുക്ക് എത്ര ഉണ്ടാക്കാനും മടിയില്ല. അതൊക്കെ എന്നിട്ട് ഇവിടെ ഈ നാവിൻ്റെ മുകളിലിങ്ങനെ വച്ചിട്ട് ആ നാവിൽ നിന്ന് ഇവിടേക്ക് എത്തണ നേരം വരെ മാത്രമേ അതിൻ്റെ രുചി അറിയുള്ളൂ, അല്ലാണ്ട് അതിൻ്റെ രുചി അറിയില്ല. അത്ര നേരെ ആ രുചി അറിയുള്ളൂ. അത് കഴിഞ്ഞാൽ രുചി അറിയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം വച്ചുണ്ടാക്കി എങ്ങനെയൊക്കെയോ നമ്മൾ ജീവിക്കുന്നു. ഒരു ജീവൻ്റെ ആ ജീവൻ എന്ന് പറഞ്ഞാൽ ആ ജീവൻ എന്താ? ആ ജീവൻ്റെ ഉള്ളിലിരിക്കേണ്ട യജ്ഞഭുക്കായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന് നൽകുന്ന പ്രസാദമായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. ആ പ്രസാദം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതൊക്കെ യജ്ഞഭുക്കായിരിക്കുന്ന ആ ഭഗവാന് സമർപ്പിക്കുന്നതാണ്. ആ ജഡരാഗ്നി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഗ്നികുണ്ഡം നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജഡരാഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ഹവിസ്സാണ് അല്ലേ. മന്ത്രം ചെല്ലുമ്പോൾ ഇങ്ങനെ നെയ്യിങ്ങനെ സമർപ്പിച്ചിട്ട് അതുപോലെ ഇത് പറയില്ലേ, ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ടിങ്ങനെ അവരിങ്ങനെ സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞ മന്ത്രം. സ്വാഹ എന്ന് വെച്ചാൽ ഈ അഗ്നിയുടെ പത്നിയാണ്, വീട്ടമ്മയാണ് എല്ലാ സാധനവും എല്ലാവർക്കും കൊണ്ടു കൊടുക്കുക. ആ ദേവന്മാർക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ സമർപ്പിക്കുന്ന ഹവിസ്. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു അഗ്നിയുണ്ട്, ജഠരാഗ്നി. ആ ജഠരാഗ്നിയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന ഹവിസ്സാണ് നമ്മൾ ഇവിടെ ഗണപതി ഹോമമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലേക്ക് അപ്പവും അതുപോലെ
തേങ്ങയും അവിലൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സമർപ്പിക്കുന്നില്ലേ, അപ്പോൾ അതുപോലെ സമർപ്പിക്കുന്ന ഹവിസാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം. അപ്പോൾ ആ ആഹാരം എത്ര പരിശുദ്ധമായിരിക്കണം, എത്ര സാത്വികമായിരിക്കണം, അത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ രുചിക്കനുസരിച്ചിട്ടല്ല ചെയ്യേണ്ടത്, സാത്വികമായ ആഹാരത്തെ കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ആ ആഹാരത്തിന് ഒരു പരിധിയുണ്ട്. എങ്ങനെയെങ്കിലും പണ്ട് തമാശയ്ക്ക് പറയും, ആഹാരം വെറുതെ കിട്ടുന്നതാണെങ്കിലും വയറിന് ഇന്ത്യ എന്ന് ആലോചിച്ച് കഴിക്കണം കേട്ടോ എന്ന്. അമിതമായിട്ടുള്ള ആഹാരങ്ങൾ പലവിധത്തിലുള്ള രോഗങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ ശരീരത്തിനെ നമ്മളെപ്പോഴും എത്ര പറഞ്ഞാലും ശരീരബോധം നമുക്കുണ്ട്. ആ ശരീരബോധം വിട്ടുപോണവരെ ഈ ശരീരത്തിന് വരുന്ന രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്കും അത് അനുഭവമായിട്ട് വരും, ആ രോഗങ്ങളും ദുരിതങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് എത്രയോ സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ കുറച്ച് സമയം എല്ലാ ദിവസവും നമ്മൾ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ കുറച്ച് സമയം ഈശ്വരോപാസനയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാനായിട്ട് സാധിക്കണം. കുറച്ച് കാലമൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോയി, വീട്ടിൽ ജോലി, അത് കഴിഞ്ഞ് ഓഫീസിൽ ജോലി, കാലത്തിൻ്റെ ഗതി കൊണ്ട് അതിന് പോകണം. കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും എത്ര കാലമായി ഈ ജോലിയൊക്കെ എങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് കുറച്ച് കാലം ഒരു സമാധാനമായിട്ട് വേണ്ടേ, നമുക്ക് എവിടേക്കെങ്കിലും പോവാം എന്ന് പറഞ്ഞ് വീട്ടിൽ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ആയിട്ട് നമ്മളെവിടേക്കെങ്കിലും പോകും. എവിടെയെങ്കിലും പോയി ഒരു ദിവസമൊക്കെ പോയി താമസിച്ച് വന്നാൽ ഒരു മനസ്സമാധാനമായി. ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെയെങ്കിലും പോയിട്ട്, അല്ലെങ്കിൽ വേണ്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട്. അതുപോലെ ഈ ഒരു ശരീരം വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നത് ആ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മൾ കാതുകൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും അത് നാവ് കൊണ്ട് പറയുന്നുണ്ടെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിലും ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ലേ, ഒരു നിമിഷം മതി, ഒരൊറ്റ നിമിഷം മതി. ഈ ഒന്ന് തലചുറ്റി വീണു, ഒരു ഭാഗം തളർന്നു പോയി എന്നൊക്കെ കേൾക്കണമെങ്കിൽ ഈ ശരീരം അത്രയ്ക്കേ ഉള്ളൂ. ആ ശരീരത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ ഒരു പ്രാരാബ്ധം കഴിഞ്ഞ ആ ഭാഗം ചിലപ്പോൾ ചലിക്കില്ല, ചിലപ്പോൾ മറ്റേ ഭാഗത്തിന് പ്രാരാബ്ധം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഭാഗമൊക്കെ തളർന്നു കിടക്കുന്നത്. അപ്പോൾ ഈ ശരീരമൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ലൗകികമായിട്ടുള്ള ഈ ആനന്ദം അനുഭവിക്കുന്നത് അതിനൊന്നും ഉപേക്ഷിക്കണമെന്ന് പറയണില്ല, അതൊക്കെ നടക്കട്ടെ. പക്ഷെ അതുപോലെ തന്നെ ഇതെല്ലാം തന്ന് നമ്മളെ ഇവിടെ വേണ്ടതുപോലെ ഇതൊക്കെ ആ സുഖാനുഭൂതിയൊക്കെ അനുഭവിക്കാൻ നാവിന് രുചിയുള്ളതുകൊണ്ടല്ലേ ആഹാരങ്ങൾ കഴിക്കാൻ പറ്റണേ. നല്ലതല്ലേ? കോവിഡ് വന്ന കാലത്ത് ഒരു രുചിയില്ലാണ്ടിരുന്നപ്പോൾ എന്ത് ആഹാരം കഴിച്ചാലും അറിയില്ലായിരുന്നു. കാത് കേൾക്കണോണ്ടല്ലേ നമുക്ക് എന്ത് പറയാനും കേൾക്കാനും, നാവ് ചലിക്കണോണ്ടല്ലേ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഈശ്വരനാണ്. ആ ഈശ്വരനെ സ്മരിക്കാൻ കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും ഒരു ദിവസം മുഴുവനും ഞാൻ ഈശ്വരഭജനത്തിനായിട്ട് തിരഞ്ഞു വയ്ക്കുകയാണ്. ഒരു ദിവസം, ഇന്നത്തെ ദിവസം മുഴുവൻ വേറെ ഒന്നുമില്ല, ഏതെങ്കിലും ക്ഷേത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന്. ഇന്നൊക്കെ നല്ല സുഖമാണ്. ഈ സപ്താഹങ്ങളൊക്കെ ധാരാളം നടക്കുമ്പോൾ ഭക്ഷണം കൂടി അവിടുന്ന് കിട്ടും. എവിടെയെങ്കിലും വന്ന് ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഈശ്വരോപാസനയ്ക്ക്, അല്ലെങ്കിൽ 7 ദിവസം ഞങ്ങളുടെ നാട്ടിൽ സപ്താഹം നടക്കുന്നുണ്ട്, ഈ സപ്താഹ ദിവസങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ വന്നിരിക്കും എന്ന് പറഞ്ഞ് മറ്റുള്ളതിനെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു രോഗം വന്നിട്ട് മാസക്കണക്കിന് ഹോസ്പിറ്റലിൽ ചെന്നിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ വീടൊക്കെ പൂട്ടി നമ്മളോട് ചെന്ന് കിടക്കും, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് വീട് പൂട്ടി ധനനഷ്ടം, സമയനഷ്ടം, അതുകൂടാണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള വിഷമം ഒക്കെ അനുഭവിച്ചുകൊണ്ട് നമ്മളെ ഇരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്തിൽ ഒരാഴ്ചയെങ്കിലും ആ ഈശ്വരനെ ഉപാസിച്ചിട്ട് സപ്താഹങ്ങൾ പോലെയുള്ള എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കേൾക്കാനൊക്കെ സാധിക്കുക എന്നുള്ള, അത് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയാൽ മാത്രമേ നമ്മളുടെ ഈ കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ തീരുള്ളൂ. അപ്പോൾ അമ്പലത്തിലേക്ക് അങ്ങനെ വരികയാണ്, അമ്പലത്തിലെ കാര്യങ്ങളൊന്നും നോക്കാണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരു ദിവസം തോന്നി ഇങ്ങനെ അമ്പലത്തിൽ വന്ന അമ്പലത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ വന്ന് സപ്താഹമൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും നിന്നു. ആ സപ്താഹത്തിനൊക്കെ പങ്കെടുത്ത് വീട്ടിൽ ചെന്നപ്പോഴാണ് എന്തോ ഒരു വയ്യായ തോന്നി. ഡോക്ടറെ കണ്ടപ്പോൾ വയ്യാന്ന് പറഞ്ഞു, അസുഖം. ഒരു പക്ഷേ ഈ ഒരു രോഗം
അറിയാണ്ട് പോയിട്ട് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ മൂർധന്യത്തിലെത്തുമ്പോൾ നമ്മൾ അറിയുണ്ടാവുള്ളൂ. പക്ഷേ ഈശ്വരൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരുന്നപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ അത് നമ്മളെ ബോധിപ്പിച്ചു തന്നു. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരെന്താ പറയുക, ഇത്ര കാലത്ത് ഒരു കുഴപ്പമുണ്ടായില്ല, ആ അമ്പലത്തിൽ പോയി ഇരുന്നപ്പോൾ അതേ തുടങ്ങി എന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം അങ്ങനെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ചിന്തിക്കാനുള്ള ആ ചിന്തയൊന്നും നമുക്കില്ല. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ ആ ഈശ്വരൻ്റെ കാരുണ്യം നമ്മളെ ഭഗവാൻ ചേർത്ത് പിടിച്ച് നമ്മളെ കാണിച്ചു തരികയാണ്. ശരീരം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോണതാണ്. ഏത് നിമിഷം വേണമെങ്കിലും അത് നശിക്കാം അല്ലേ? എപ്പോഴാണ് അത് നമ്മളെ വിട്ടു പോകാമെന്നറിയില്ല. എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതാണത്. അതിന് ഒരു കാര്യവും കാരണമൊന്നും വേണ്ട. നാളെ കാണാട്ടോ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവും. പക്ഷെ നാളെ കാണാൻ പോയിട്ട് ഇന്ന് തന്നെ കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം, ഇപ്പം തന്നെ എന്നോട് പറഞ്ഞതാണ് നാളെ കാണാൻ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പം തന്നെ എന്നോട് നാളെ കാണാമെന്ന് പറഞ്ഞാൽ നാളെ കാണാനുള്ള യോഗം ഉണ്ടെങ്കിലല്ലേ നാളെ കാണുള്ളൂ. അതേസമയം ഒരിക്കലും രക്ഷപ്പെടില്ല. വീട്ടിലേക്ക് കൊണ്ടക്കോളെ, ഇനി ഇതിനൊരു മരുന്നില്ല എന്നും പറഞ്ഞ് ഡോക്ടർമാർ പോലും വിധി എഴുതിയിട്ട് വീട്ടിലേക്ക് പറഞ്ഞേച്ചിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് പിന്നെയും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം. എൻ്റെ അച്ഛന് ഒരു വാതരോഗം പിടിപെട്ടിട്ട് എല്ലാ വൈദ്യന്മാരും കൈയൊഴിഞ്ഞു. അന്ന് അധികം ഡോക്ടർമാരെക്കാൾ കൂടുതൽ വൈദ്യന്മാരാണ്. എല്ലാവരും കൈയൊഴിഞ്ഞു. ഇനി എണീറ്റ് നടക്കില്ല എന്നാ പറഞ്ഞത്. എൻ്റെ ചെറുപ്പത്തിലാണ് ഉണ്ടായത്. ഇനി എണീറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എണീറ്റ് നടക്കാൻ എനിക്ക് സാധിച്ച ഗുരുവായൂരപ്പ, എല്ലാ മാസവും അവിടുത്തെ ഭാഗത്തിൽ വന്ന് നമസ്കരിച്ചോളാം, അവിടത്തേക്ക് വെണ്ണയും പഴവും പഞ്ചാരയൊക്കെ നിവേദിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നാമം ജപിച്ച് അച്ഛൻ കിടന്നു. എന്നെ അങ്ങനെ തളർത്തിയിടില്ല, എൻ്റെ ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നെ തളർത്തിയിടില്ല എന്നൊരു ഉറപ്പ് അച്ഛനുണ്ടായിരുന്നു. ബാക്കി ആരിതായാലും അച്ഛനാ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഇവിടെ തന്നെ നമ്മുടെ അവിടെ തന്നെയുള്ള വൈദ്യരാണ് പാറാപറമ്പൻ. അവിടുത്തെ വൈദ്യർ വയസ്സായവർക്കൊക്കെ കേട്ട് അറിയുണ്ടാവും. അദ്ദേഹം പറഞ്ഞു, അല്ല ഒരു കാര്യം കൂടി ഉണ്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഒരു ചികിത്സ തുടങ്ങി. ആ ചികിത്സ കൊണ്ട് അച്ഛൻ എണീറ്റ് നടന്ന് പിന്നെ അച്ഛന് വയ്യാണ്ടാവണ, അതായത് കണ്ണ് കാണാണ്ട് യാത്ര ചെയ്യാൻ പറ്റാണ്ടാവണ വരെ അച്ഛൻ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോയിട്ട് എല്ലാ മാസവും അച്ഛൻ എന്തുണ്ടായില്ല ഭഗവാന്റെ അടുത്ത് പോയി നമസ്കരിച്ച് പോരും. അപ്പോൾ അങ്ങനെ ആ അച്ഛൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു ഭാഗ്യം അതോടെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന യാത്രകളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനിൽ നമുക്കൊരു ഉറപ്പുണ്ടാകുമ്പോൾ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ പറയില്ലേ. കുറൂരമ്മയുടെ അടുത്ത് വന്ന വയറുവേദനക്കാരൻ്റെ കഥ പറഞ്ഞില്ലേ. വയറുവേദന മാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എൻ്റെ ഭക്തയുടെ വാക്ക് സത്യമാവാണ്ടിരിക്കാൻ പറ്റില്ല. അവരെന്താ പറഞ്ഞ്, ഇത് കഴിച്ചോളൂ മാറിക്കോളും എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവർക്ക് ഉറപ്പുണ്ട് ഇത് കഴിച്ചാൽ മാറുന്നു. അപ്പോൾ ആ ഒരു വാക്കിനെ സത്യമാക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ വാക്ക് ഒരു പക്ഷേ സത്യമാക്കണമെന്നില്ല, പക്ഷേ ഭക്തൻ്റെ വാക്ക് സത്യമാക്കും ഭഗവാൻ എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഭക്ത കാരുണ്യം. അതാണ്. അപ്പോൾ ആ കാരുണ്യം നമ്മളിൽ ഉണ്ടാവേണ്ടത് ഭഗവാനാണ്. ഇപ്പോൾ ഇവിടെ സീതാദേവി പറഞ്ഞ പോലെ എത്ര കാലം വേണമെങ്കിലും രഹസ്യമായിട്ട് കൊണ്ടുപോയാൽ സൽപ്പേരിന് കളങ്കാവും. അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും രാവണനെ വധിച്ച് കൊണ്ടുപോകാൻ അതുവരെ ഞാനിവിടെ കാത്തിരിക്കും എന്ന് ദേവി പറയുന്നു. അങ്ങനെ ആ ഹനുമാൻ തിരിച്ച് ചെല്ലണു. ആ വാനരന്മാരോട് കൂടിയിട്ട് പോകുമ്പോൾ വാനരന്മാരൊക്കെ കൂടിയിട്ട് അവിടെ മധുവനം കാണുകയാണ്. സുഗ്രീവൻ്റെ തന്നെയാണ് ആ മധുവനം ഉള്ളത്. അപ്പോൾ ആ മധുവനം കണ്ടപ്പോൾ പറഞ്ഞു, വിഷം പടക്കാൻ വയ്യ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അംഗദൻ അതിന് അനുമതി നൽകി. അങ്ങനെ മധുവനത്തിൽ നടന്നിട്ട് തേനും പഴങ്ങളൊക്കെ കഴിച്ച് ആ മധുവനം പാലിക്കുന്നത് ദതിമുഖൻ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മാവനാണ് ഈ സുഗ്രീവൻ്റെ. അപ്പോൾ അവർ എതിർത്തപ്പോൾ ഈ വാനരന്മാരൊക്കെ കൂടി അവരെ എതിർത്ത് ഓടിപ്പിച്ചു. അപ്പോൾ ചെന്ന വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരിക്കലും ആ കാര്യസാധ്യം
നേടിയിട്ടില്ലാന്ന് വെച്ചാൽ അംഗദാദികൾ ഇങ്ങനെ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് അവരെ വേഗം കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ചെന്ന് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കണ്ടു, ഞാൻ ചെയ്ത ആദ്യം ഞാൻ എന്നല്ല പറഞ്ഞത്, ആദ്യം എന്താ പറഞ്ഞത്, ദേവിയെ കണ്ടു എന്നാണ് പറയണത്. അപ്പോൾ കണ്ടു ഞാൻ സീതയെ എന്ന് പറയുന്നു. കണ്ടു എന്നുള്ള വാക്ക് ആദ്യമാണ്. കാരണം അത്രയും പോലും ആ ഭഗവാന്റെ എന്താ ഉണ്ടാവണേന്ന് നമ്മളെങ്ങനെയാണ് ഒരു കാര്യം ഒരു സ്ഥലത്ത് പോയിട്ട് വന്നാൽ പറയുക, എന്താ ഉണ്ടായേ, അവർക്ക് എങ്ങനെയുണ്ട്, അതോ ഇവിടുന്ന് പോയപ്പോൾ ഒന്നും പറയണ്ട, ഇവിടുന്ന് ഒരാളെ വയ്യാണ്ട് ആശുപത്രിയും കൊണ്ടുപോയത് അവർക്ക് ഭേദമുണ്ടോ രക്ഷപ്പെട്ടോ എന്നോ ചോദിക്കണം. ഇവിടുന്ന് പോയിപ്പോൾ വഴിയിൽ വണ്ടി ട്രാഫിക്കായിട്ട് അരമണിക്കൂർ കിടന്നപ്പോൾ എന്തൊക്കെ വാഹനങ്ങൾ അതിൽ പോയി എന്നുള്ളത് വരെ പറഞ്ഞിട്ട് അവസാനം അത്രയും ആയിട്ടേ ഈ വിവരം പറയുള്ളൂ. നമ്മളതുവരെ ആദ്യോട് കൂടി ഇരുന്നിട്ട് എന്താണ്ടായി ആൾക്ക് എന്ത് പറ്റി അത് പറയാം, അതാണ് കാര്യം കേൾക്കാനുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഈശ്വരാ ഇതിങ്ങനെ പതുക്കെ പറഞ്ഞിട്ട് ആൾക്കെന്തെങ്കിലും സംഭവിക്കുന്നുണ്ടാവുമോ, അതുകൊണ്ടാവുമോ അതിങ്ങനെയൊക്കെ പതുക്കെ പറയണമെന്ന് തോന്നി പേടിച്ചു. ഇതാ ഇവിടെ ചെന്നിട്ട് കണ്ടു ഞാൻ സീതയെ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ സമാധാനിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഹനുമാൻ സ്വാമി എന്തെല്ലാം അവിടെ നടന്നു എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. എന്നിട്ട് ആ ദേവി കൊടുത്ത ചൂടാരത്നമൊക്കെ കയ്യിൽ കൊടുത്ത് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ഹനുമാൻ്റെ ശ്രീരാമദേവൻ പറഞ്ഞു, ദേവന്മാർക്ക് പോലും ചെയ്യാനായിട്ട് പ്രയാസമുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് അത്രയും പറയണം. ഭഗവാൻ പറയണം എന്നാൽ ഇതിനൊരു പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കാണ്ട് പോട്ടേന്ന്. കാരണം പ്രത്യുപകാരം ചെയ്തു കഴിഞ്ഞാൽ എന്താ, ഒരാളൊരു കാര്യം നമുക്ക് ചെയ്തു, അതിൻ്റെ പ്രത്യുപകാരം ചെയ്താൽ അത് കടം വീടിയില്ലേ, അതൊരു കടം വായ്പ പോലെ. ഒരാൾ ഇപ്പം എനിക്കൊരു സാധനം തന്നു, ഞാനതിൻ്റെ പൈസ അങ്ങോട്ട് തന്നു എന്ന് വിചാരിച്ചാൽ അത് ഇഷ്ടത്തോട് കൂടിയിട്ടൊരു സാധനം കൊണ്ടുവന്നു, ഇതിനെന്താ വില എന്നത് അത് പിടിച്ചോളാം എന്ന് പറഞ്ഞാൽ അതില്ല. അപ്പോൾ അങ്ങനെയല്ല, അത് ഇതിന് ഉപകാരം ചെയ്യുക, അത് പോട്ടെ വെച്ചാൽ ആ ബന്ധം അത്രയും ദൃഢമായി ഇരിക്കണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ശ്രീരാമൻ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഹനുമാനെ കെട്ടിപ്പിടിക്കുമ്പോൾ ശ്രീപരമേശ്വരൻ പറയുന്നു, ഇത്രയും പുണ്യമായിട്ടുള്ള ആൾ ആരാണ്, ഇത്രയും പുണ്യവാനായിട്ടുള്ള ആൾ ആരാണ്, ഇങ്ങനെ ആരുമില്ല, ഹനുമാൻ്റെ മഹാഭാഗ്യം തന്നെയാണ് എന്നെല്ലാം പറഞ്ഞ് അതിനെ പറ്റിയിട്ട് ആ ഒരു മനോഹരമായ രംഗത്തിനെ ധ്യാനിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ പറഞ്ഞ് ആ സമയത്ത് പാർവതീദേവി ഇതെല്ലാം കേട്ടിട്ട് ഭക്തിപാരവശ്യം കൊണ്ട് അതെല്ലാം കേട്ട് ആ മനസ്സ് ആ ഭക്തിയോടുകൂടി ലയിച്ച് പാർവതീ പരമേശ്വരന്മാരവിടെ ഇരുന്നു എന്നുള്ള ഭാഗത്തോടു കൂടിയിട്ടാണ് സുന്ദരകാന്ഡം സമാപിച്ചത്. ഇനി യുദ്ധകാന്ഡമാണ് നമുക്ക് പാരായണം ചെയ്യേണ്ടത്. അടുത്ത ദിവസം പാരായണം ചെയ്യാൻ ഇതുപോലെയാണെന്ന് അറിയില്ല, എന്നാലും പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഭാഗങ്ങൾ ഇവിടെ സമർപ്പിക്കാം. ഇതൊക്കെ വേണ്ടതുപോലെ കേൾക്കാൻ സാധിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, ഈ മഴ കാരണം. അത്രയും ശക്തമായ ഈ മഴയത്തും ഞാൻ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച ശരിക്കും ഞാൻ അമ്മയുടെ പാദത്തിൽ നമസ്കരിച്ച് അമ്മ വരണ ഒരു വരവ്, ഒറ്റടി ഒറ്റത്ത് വരണ ഒരു വരവ്, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഈ ഒരു മനസ്സ് ഈ പ്രായത്തിലും നമ്മൾ ഇത്രയായിട്ടും കൂടി ഇവിടെ വരുമ്പോൾ, എന്നാൽ ഈ മഴയത്ത് ഞാനിവിടെ വന്നിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു പോകുന്നൊന്നും ഇവിടെ ചിന്തയില്ലാണ്ട് അമ്മ ഇവിടെ എത്തി. നമസ്കരിച്ചല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാം ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞതും കേട്ടതും അനുഭവിച്ചതുമായ എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ഭഗവാന് സമർപ്പിക്കാം. നാളെ വേണ്ടതുപോലെ നമുക്ക് പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ
ഹരയേ ഹരേ ഗുരുവാ ശരണം ലോലിത്തേവരേ ശരണം സർവേശ്വര മംഗളത്തപ്പ ശരണം കയാക്കുളത്തമ്മേ ശരണം നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്വരം കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ കൃഷ്ണപ്രാണപ്രിയേ സാധിത്തുകമൂലോകമാതാവേ കരുണാനവേ ബ്രഹ്മവിഷ്ണു ശിവാജന്മാരും കാത്താരരും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ബ്രഹ്മാവതീ രൂപേ ചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മീസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി തൊഴാം സർവരൂപിണി നമിക്കുന്നേ ധ്രുവാമൂർത്തേ മൂലപ്രകൃതിരൂപിണി ഭവക്കടലിൽ നിന്നെ സദയം ജയകേശനേ ഗോലോകനാഭയാം രാധാദേവിയെ കൈതൊഴും ഗർഹാവീരം നടവരവയോഗം വിഹാരം വിദ്രജ്വാസകനകജം വൈജയന്തിമാലാം ചന്ദ്രാൻ വേണോരഹൃദയാം പൂരയൻ മോഹവൃന്ദൈ വൃന്ദാരണ്യം സ്വരരമണം ശബ്ദീകീർത്തിം പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം സുന്ദരമന്ദഹാസം പാദാലയേകവനിശം ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജയ ജയ